ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നടുവിൽ തിരുവചനത്തിൻ്റെ സന്ദേശം കൈമാറേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹീതമായ ഈ അവസരത്തിനായി കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഈ ശുശ്രൂഷക്കാരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ 21 ദിവസം ആയിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിച്ചല്ലോ. രാവിലെ തോറും വൈകുന്നേരം തോറും കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുവാനും പ്രാർത്ഥന കഴിപ്പാനും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം നൽകിയല്ലോ. പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം ദൈവം വലിയ മറുപടി നൽകുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് തീക്കട്ട കോരിയെടുത്ത് മറുപടി ഭൂമിയിലേക്ക് അടച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടികൾ നൽകി മാനിക്കുമാറാകട്ടെ. ഈ സൂമിൽ മീറ്റിംഗ് ആയിരിക്കുന്ന ആർക്കും എന്നെ അറിയില്ല എന്ന് തോന്നുന്നു. പല സൂം മീറ്റിങ്ങുകളിലും ദൈവത്തിൻ്റെ വചന ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും സൂം മീറ്റിങ്ങുകളിൽ കയറിയിട്ടുള്ളവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്നെ കണ്ടു കാണും. എന്നാൽ ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, സൗണ്ട് കുറച്ചെന്ന്, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആയിരുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് ഇത്രയും ദിവസം വചനത്തിലൂടെ, പ്രവചനങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, വെളിപ്പാടിലൂടെ അങ്ങ് സംസാരിച്ചല്ലോ. 21ാമത്തെ ദിവസവും അങ്ങ് സംസാരിക്കണം എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തിരുവചനത്തിലൂടെ, പ്രവചന ശബ്ദങ്ങളിലൂടെ ഞങ്ങളോട് അങ്ങ് ഇടപെടണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ ദൈവം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച അദൈവിക ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 1 മുതലുള്ള തിരുവെഴുത്തുകൾ. ആ ഭാഗം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യഹോവയായ ദൈവം തിരഞ്ഞെടുത്ത രാജാവ് ശൗൽ, എന്നാൽ അദ്ദേഹം ദൈവകൽപ്പനയെ അവഗണിച്ച് ദൈവത്തെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചത് നിമിത്തം ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ട് അവിടേക്കൊരു ദാവീദിനെ ദൈവാത്മാവ് അഭിഷേകം ചെയ്യുന്ന ഒരു ഭാഗമാണ് ആ പ്രവാചക പുസ്തകത്തിലെ ആ വേദഭാഗം. ശൗലിൻ്റെ അനുസരണക്കേട് നിമിത്തം ദൈവം അവനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം തൻ്റെ ഹൃദയത്തിന് ബോധിച്ച ഒരു പുരുഷനെ ദൈവം അവിടെ രാജാവാക്കി മാറ്റി. 1-2 കാര്യങ്ങൾ അവിടെ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ബോധിച്ച ഒരു മനുഷ്യനെ കണ്ടുവെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ബോധിച്ചു? ഒരു ചോദ്യം. ഉത്തരം
അദ്ദേഹം ആരാധിക്കുന്നവനായിരുന്നു. 2, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 3, ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവവൈതലേ, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. 1, ഇത്തിരി സമയം കിട്ടിയാൽ അദ്ദേഹം കിന്നരമെടുക്കും, പാട്ടുപാടും, ദൈവത്തിന് കീർത്തനം പാടി സ്തുതിക്കും. യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവിൻ എന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രിയിലും ഞാൻ പാടിക്കൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, ദൈവത്തെ സ്നേഹിക്കുക. യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. വേറൊരു ഭാഗത്ത് പറയുന്നു, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കും, അഥവാ കരയും. പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായി കൂടി വ്യാപരിക്കും. ഇന്ന് ഈ സൂമിലൂടെ ദൈവശബ്ദം കേൾക്കുന്ന പലരും പല വിഷയങ്ങളിൽ, പ്രയാസങ്ങളിൽ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവര് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും ദൈവം നന്മയ്ക്കായി കൂടി തീർക്കും. ദാവീദിനെ എന്തുകൊണ്ട് രാജസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു? ഉത്തരങ്ങളിലൊന്ന്, യഹോവയെ ദാവീദ് സ്നേഹിച്ചു. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സകലതും നന്മയായി മാറും. ജോസഫ് ദൈവത്തെ സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പൊട്ടക്കിണറുണ്ടായി, പോത്തിഫോറിൻ്റെ വീടുണ്ടായി, കാരാഗ്രഹങ്ങളുണ്ടായി, സഹോദരന്മാർ വിറ്റുകളഞ്ഞു. ഒത്തിരി തിക്ത അനുഭവങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി, ആ ദൈവപുരുഷൻ കടന്നുപോയി. എങ്കിലും അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകല സങ്കടങ്ങളും ദൈവം നന്മയാക്കി മാറ്റി. പൊട്ടക്കിണർ നന്മയായി, പോത്തിഫോറിൻ്റെ വീട് നന്മയായി, കാരാഗ്രഹം നന്മയായി. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം, വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല. ജോസഫേ, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിച്ചത് 18 വയസ്സ് മുതൽ ഒറ്റപ്പെടലാണല്ലോ. സഹോദരന്മാർ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ജഡരക്തം വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞില്ലേ? അദ്ദേഹം പറയും, യെസ്, എന്നെ വിറ്റതാണ്. എങ്കിലും ദൈവം അത് നന്മയാക്കി മാറ്റി. ദൈവ പൈതലേ, കണ്ണുനീരോടെ തിരുവചനം ശ്രവിക്കുന്നവരെ, കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച പലരും നിന്നെ വിറ്റുകളഞ്ഞ അനുഭവത്തിലൂടെ നീ കടന്നുപോയില്ലേ? പ്രയാസങ്ങളിലൂടെ കടന്നുപോയില്ലേ? ജോസഫിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയില്ലേ? എന്നാൽ ദൈവം അത് നന്മയാക്കി മാറ്റിയില്ലേ? ഈ മീര ഉല്ലാസ് എന്നെഴുതിയിരിക്കുന്ന പ്രിയ സഹോദരിയോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ നീ കടന്നുപോയി, പ്രയാസങ്ങളിലൂടെ നീ കടന്നുപോയി. വിശ്വാസം കാക്കേണ്ടതിന് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. ജോസഫിന് ദൈവം അതെല്ലാം നന്മയാക്കി മാറ്റിയതുപോലെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂല പ്രതിസന്ധികളെ ദൈവം നന്മയാക്കി മാറ്റും. ഉടവർത്തന രാജർത്തന ധീകര. പലപ്പോഴും കരഞ്ഞാണ് ദൈവസന്നിധിയിൽ സമയം ചെലവിടുന്നത്. ഒരു മറുപടിയുണ്ട് പ്രിയ സഹോദരി, പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്, നിന്റെ കണ്ണുനീരിനൊരു മറുപടിയുണ്ട്. ഇന്ന് ഈ സൂമിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞോണം. എൻ്റെ 16 വയസ്സ് മുതൽ 21 വയസ്സുവരെ
എൻ്റെ അമ്മയുടെ കണ്ണ് നനഞ്ഞു തന്നെ ആയിരുന്നു. രാത്രിയിലും പകലിലും കരച്ചിലായിരുന്നു എൻ്റെ അമ്മ. ആ കരച്ചിലിൻ്റെ ഉത്തരം 21-ാമത്തെ വയസ്സിലാണ്, എനിക്ക് 21 വയസ്സായപ്പോഴാണ് അമ്മയ്ക്ക് കിട്ടിയത്. എൻ്റെ 16 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള 5 വർഷവും എൻ്റെ അമ്മ കരച്ചിലായിരുന്നു. രാത്രികളിൽ അർത്ഥബോധാവസ്ഥയിൽ മദ്യലഹരിയിൽ ഞാൻ വീട്ടിൽ കടന്നു വരുമ്പോൾ മുട്ടേ നിന്ന് കരയുന്ന അമ്മയെ ഞാൻ കാണാറുണ്ട്. എങ്കിലും എന്നെ മദ്യത്തിൽ നിന്ന് മാറുവാൻ എനിക്ക് പറ്റിയില്ല. പോലീസ് കേസുകളായി, വിഷയങ്ങളായി, പ്രയാസങ്ങളായി. പക്ഷെ എൻ്റെ അമ്മ പ്രാർത്ഥന നിർത്തിയില്ല. തലമുറകൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രിയ കുടുംബങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് തെളിവായി പറയുന്നു. പ്രിയ മാതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. ദാവീദ് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു. അദ്ദേഹത്തിന് മറുപടി ലഭിച്ചു. കരയുന്ന മാതാപിതാക്കളെ, തലമുറകൾക്ക് വേണ്ടി കരയുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിന്റെ മക്കളെ കർത്താവ് തൊടും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനാണ്. ആ നാളുകളിൽ എൻ്റെ അമ്മ എന്നോട് പറയും, നീ സുവിശേഷകനായി മാറും. ഞാനപ്പോൾ ചിരിക്കും, കളിയാക്കും, പരിഹസിക്കും. നീ ഈ ബൈബിളും കൊണ്ട് സുവിശേഷ വേല ചെയ്യും എന്നൊക്കെ എൻ്റെ അമ്മ പറയുമ്പോൾ ഞാൻ അതിനൊന്നും ഉൾക്കൊണ്ടിരുന്നില്ല. എന്നാൽ എൻ്റെ അമ്മ പ്രാർത്ഥന നിർത്തിയില്ല. ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു. അവളുടെ കരച്ചിൽ ഏലി പുരോഹിതന് മനസ്സിലായില്ല. വീഞ്ഞു കുടിച്ചെന്നും മദ്യം കുടിച്ചെന്നും അദ്ദേഹത്തിന് തോന്നി. എന്നാൽ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ അവൾ പകരുകയായിരുന്നു. ദൈവസന്നിധിയിൽ പകർന്നത് നിമിത്തം അവൾക്ക് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. എന്നെ അതിശയിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന അടുത്തൊരു വേദഭാഗമുണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടിയുടെ വേദഭാഗം അതിങ്ങനെയാണ്: ദാൻ മുതൽ ബത്ശേബ വരെ വാക്കുകളിൽ ഒന്നും തെറ്റാത്ത ഒരു വിശ്വസ്ത പ്രവാചകനെയാണ് അവൾക്ക് കിട്ടിയത്. അടഭർത്തന ധീരർത്ഥന ശബർത്തനതര. കരയുന്ന പ്രിയ മാതാവേ, പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരി, നിന്റെ കരച്ചിലിൻ്റെ അകത്ത് നിന്ന് വിശ്വസ്തരായ ശുശ്രൂഷക്കാർ എഴുന്നേക്കും. ദാവീദിൽ എൻ്റെ മനസ്സിന് ബോധിച്ച ഒരുവനെ ഞാൻ കണ്ടു. എന്താണ് യഹോവേ അങ്ങേക്ക് ആ ദൈവപുരുഷനെ ബോധിക്കാൻ കാരണം? 1, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. 2, അദ്ദേഹം ആരാധിക്കുന്ന ആളായിരുന്നു. 3, അദ്ദേഹം യഹോവയെ സ്നേഹിക്കുന്ന ആളായിരുന്നു. സ്തോത്രം. ഒരാമേൻ പറഞ്ഞ് വായ്കളെ തുറഞ്ഞ് 21 ദിവസം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടിയത് ദൈവത്തെ സ്നേഹിച്ചിട്ടല്ലേ? പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബെഞ്ചോയ് ജമ്മു കാശ്മീർ എന്ന് എഴുതിയിരിക്കുന്ന ആ പ്രിയ സ്നേഹിതനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. സുവിശേഷത്തിൻ്റെ ഒരു നിയോഗവും വഹിച്ചുകൊണ്ട്, ദൈവദാസനെ, ദൈവം നിങ്ങളെ ശക്തിയോടെ ഉപയോഗിക്കുന്നു. ദൈവം നിങ്ങളെ സുവിശേഷ വേലയിൽ അധികമായി പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദാൻ മുതൽ ബത്ശേബ വരെ വാക്കുകളിൽ ഒന്നും തെറ്റാത്ത ഒരു പ്രവാചകനായി ശമൂവേലിന് ദൈവം മാറ്റിയത് ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണെങ്കിൽ, ഇന്ന് ദൈവാത്മാവ് ദൈവദാസനോട് ഇടപെടുകയാണ്. ഈ കാലഘട്ടത്തിൽ ശക്തിയേറിയ പ്രവചന ശബ്ദമായി ദൈവം നിങ്ങൾ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന നിർത്തരുത് പ്രിയ സഹോദരങ്ങളെ. പ്രാർത്ഥന നിർത്തരുത് പ്രിയ സഹോദരങ്ങളെ. ഉപവാസം നിർത്തരുത് പ്രിയ സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ മറുപടി അതിൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ മറുപടി അതിൻ്റെ മേലുണ്ട്. ജീസസ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി കൂടി മാറ്റും. ഹന്ന ഒത്തിരി കുത്തുകൊണ്ടു സ്വന്തം വീട്ടിൽ പരിഹാസം അനുഭവിച്ചു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എവിടെ
എന്നവളുടെ വീട്ടിൽ നിന്ന് എന്നെ ചോദ്യമുണ്ടായി. എനിക്കറിയാം, ഇന്ന് ഈ സൂമിൽ വീടിൻ്റെ അകത്തു പോലും കുത്തുവാക്കുകൾ കേൾക്കുന്നതും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ അനുഭവിക്കുന്ന പലരുമുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോലും നിനക്കെതിരെ ചോദ്യം ഉയരുമ്പോൾ നീ ഭാരപ്പെടരുത്. നിന്റെ ജീവിതത്തിൽ ദൈവം അത് നന്മയാക്കി മാറ്റും. അത് നന്മയാക്കി മാറ്റും. അത് നന്മയാക്കി മാറ്റും. ശബർത്തനതരസ്യാദരഘടക അടകർത്തന ധീരർത്തന രകർത്തനാചരസർത്തനാദര. വീടുകൾക്കകത്തൊറ്റപ്പെട്ട നിലവാരത്തിലും വിശ്വാസം കാക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റും. ഹന്നയുടെ ജീവിതത്തിൽ അവളുടെ കുടുംബത്തിലുണ്ടായ ഒറ്റപ്പെടുത്തലും വേദനയും കുത്തുവാക്കുകളും അവളെ തളർത്തിയില്ല. അവളെ യഹോവയെ സ്നേഹിക്കാൻ തുടങ്ങി. ആണ്ടിലൊരിക്കൽ യാഗം കഴിക്കേണ്ടതിനെ കടന്നു പോകുന്നത് അവൾ നിർത്തിയില്ല. അവൾ ദൈവത്തെ സ്നേഹിച്ചു. ആലയത്തിൻ്റെ അകത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതന് പോലും അവളെ മനസ്സിലായില്ല. ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റേഴ്സിന് പലരെയും മനസ്സിലായില്ലെന്ന് വരാം. എന്നാൽ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ നിന്റെ അകപ്പൂക്കളെ ആരായുന്നു, ഹൃദയത്തെ അവൻ അറിയുന്നു. അവൻ്റെ മുമ്പിൽ സകലതും മലർന്നതും നഗ്നവുമാണ്. ചുടമർത്തന ധീരകർത്തന. അവൻ നിന്റെ ഹൃദയത്തിലെ വേദനകളെ അറിയുന്നു. അവൻ നിന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെ അറിയുന്നു. ഭാരങ്ങൾ അറിയുന്ന, ഹൃദയമറിയുന്ന ദൈവം ഹന്നയോട് പറഞ്ഞു, അടുത്ത ആണ്ടിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടാകും. 2026 നിങ്ങൾക്ക് വലിയ മറുപടികളുടെ വർഷമായിരിക്കും. പ്രാർത്ഥനയുടെ മറുപടികളുടെ വർഷമായിരിക്കും. ഫേബ ജോൺ, ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ കണ്ണുനീരോടെ നീ കഴിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം നിന്റെ കരത്തിൽ നൽകും. ദൈവം നിന്റെ കരത്തിൽ നൽകും. പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കകത്ത് പ്രാർത്ഥന കഴിക്കാൻ നീ കാണിക്കുന്ന ഉത്സാഹ നിമിത്തം ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നൽകും. റീമർത്തന ജരസർത്തന ധീകാരക. ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പെനീനെ കുത്തിയിട്ടും നിനക്ക് എന്താണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ടും അവൾ ആ പ്രാർത്ഥന നിർത്തിയില്ല. പകരം അവൾ കരയാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയം പകരാൻ തുടങ്ങി. അതിനൊരു മറുപടി ലഭിച്ചതുപോലെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇടപെടുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവം നന്മയാക്കി മാറ്റി. ഹന്നയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവം നന്മയാക്കി മാറ്റി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായ്കളെ തുറന്ന് 1-2 സെക്കൻഡുകളിൽ അന്യഭാഷ പറയാൻ പറ്റുന്നവർ അതാതിടങ്ങളിൽ ഇരുന്ന് ദൈവത്തോട് അന്യഭാഷയിലൊന്ന് സംസാരിച്ച്. വിശുദ്ധ ബൈബിൾ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്ന. റാക്കാറ്റാല ബാര റീബാലാക്കാറ്റ 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 റീസ്മറാത്തൂലിയ റംഷകേറിയ ലഗർത്തേ രഹസ്യ. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേൽ വലിയ അഭിഷേകത്തിൻ്റെ ശക്തി പകരപ്പെടട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മറുപടി ലഭിക്കട്ടെ. റീമാനാക്കാറ്റാന റീബാലാക്ക അസ്താലാമാരാക്കാറ്റ ബാറാക്കാറ്റാറ്റാറ്റ റീബിലിക്ക് റോഷ്മറാക്കാറ്റസിയ. ചിലതുങ്ങൾ കണ്ണുനീരോടുകൂടിയായി പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്നത്. ജോസഫിൻ്റെ അനുഭവങ്ങളിലൂടെ, ഹന്നയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സകലതും നന്മയാക്കി മാറ്റും. ശാപാനാക്കാറ്റ. ശത്രു നിന്ദിച്ചതും നാട്ടുകാർ പുച്ഛിച്ചതും ഒക്കെ മറുപടി ദൈവം നന്മയാക്കി മാറ്റും. എൻ്റെ അമ്മയോട് ആ നാളുകളിൽ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നിന്റെ മകൻ്റെ സ്ഥിതി ഇതല്ലേ? അവൻ ഇന്നും മദ്യത്തിനടിമയല്ലേ? പോലീസ് കേസുകൾ അവൻ്റെ കൂടെ ഇല്ലേ? സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടോ? ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രാർത്ഥിച്ചിട്ടും ഇതല്ലേ സ്ഥിതി? എന്നാൽ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ദൈവം അവനെ തൊടുന്ന ദിവസം വരും. 25 വർഷമായി ദൈവമക്കളെ യേശു എന്നെ തൊട്ടിട്ട്. എൻ്റെ 21ാമത്തെ വയസ്സിൽ
യേശു എന്നെ തൊട്ടു. ഈ 25 വർഷവും ദൈവം എന്നെ നടത്തി. കഴിഞ്ഞ 17 വർഷമായി ഞാൻ സുവിശേഷ വേല ചെയ്യുന്നു. സ്തോത്രം. കരയുന്ന മാതാവേ, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റും. അപ്പോൾ ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിച്ച പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായി, പ്രതിസന്ധികൾ വന്നു. എന്നാൽ ദൈവം അതെല്ലാം നന്മയാക്കി മാറ്റി. കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശാനമൂലനെന്ന കാറ്റടിച്ചു. പല കാറ്റുകളെയും ആ കപ്പൽ ജയിച്ചു. എന്നാൽ ഒരു കാറ്റിൻ്റെ മുമ്പിൽ ആ കപ്പൽ തകർന്നു. എന്നാൽ അഭിഷിക്തൻ തകർന്നില്ല, അഭിഷേകമുള്ളവൻ തകർന്നില്ല, ദൈവം കണ്ടവൻ തകർന്നില്ല, ദൈവം വിളിച്ചവൻ തകർന്നില്ല. കപ്പലേ തകർന്നുള്ളൂ. ഹല്ലേലൂയ. യാത്ര ചെയ്യുന്ന കപ്പൽ തകർന്നിട്ടും ഒരു തടിക്കഷണത്തിൽ പിടിച്ച്, ഒരു പലക കഷണത്തിൽ പിടിച്ച് ദൈവം അഭിഷിക്തനെ ഒരു ദ്വീപിൽ ചേർത്തു. എന്തിനാണെന്നറിയോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയാക്കി മാറ്റുമെന്ന് ദൈവത്തിന് പൗലോസിൻ്റെ ജീവിതത്തിൽ തെളിയിക്കണം. ദൈവത്തിന് അങ്ങനെ ഒരു വാശയുണ്ട്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അൽബർത്തനാദര. ചില കുടുംബങ്ങൾക്ക് ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത ചില മറുപടികളെ ദൈവം നൽകുന്ന നാളുകളായിരിക്കും ഇനിയുള്ളത്. ആമേൻ, ആമേൻ, ആമേൻ. കപ്പൽ തകർന്നു. അദ്ദേഹം രാത്രിയിലും പകലിലും ഇരുട്ടോടെ കപ്പലിൻ്റെ അകത്തു നിന്ന് വെള്ളത്തിലൂടെ ഒഴുകി കര പറ്റിയപ്പോൾ അതൊരു ദ്വീപാണെന്ന് മനസ്സിലായി. സ്തോത്രം. ദ്വീപിൻ്റെ അകത്ത് കയറിയപ്പോൾ തണുപ്പുള്ള സമയമായതുകൊണ്ട് എല്ലാവരും ചൂടനുഭവിക്കേണ്ടതിന് തീ കൂട്ടി. അഭിഷിക്തനും പോയി ഒരു കഷ്ണം വിറകെടുത്തു. ഒരണലി ചാടി അദ്ദേഹത്തിൻ്റെ കരത്തിൽ കടിച്ചു തൂങ്ങി. അത് കണ്ടവരെല്ലാം പറഞ്ഞു, നീതിദേവി ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഇവനിപ്പോൾ നീര് വരും, ഇവനിപ്പോൾ അവസാനിക്കും എന്ന് കണ്ടു നിന്നവരെല്ലാം പറഞ്ഞു. എന്നാൽ പൗലോസ് ആ അണലിയെ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ദൈവമക്കളെ, കരത്തിൽ കടിച്ചു തൂങ്ങാൻ നോക്കുന്ന ആ വിഷപ്പാമ്പിനെ ആ തീക്കകത്തോട്ട് കുടഞ്ഞിട്ടോണം. ആരാധനയ്ക്കകത്തേക്ക് അതിനെ കുടഞ്ഞിട്ട് കത്തിച്ചോണം. പ്രാർത്ഥനയ്ക്കകത്തേക്ക് അതിനെ കുടഞ്ഞിട്ട് കത്തിച്ചോണം. നിന്റെ കൈത്തണ്ടിൽ അത് തൂങ്ങിക്കിടക്കാൻ അനുവദിക്കരുത്. ശബർത്തര സർത്തരാധര ചുടവർത്തരതര സർത്തനാധര. ആരാധിക്കുമ്പോൾ ശക്തിയോടെ ആരാധിച്ചോണം. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചോണം. ദൈവത്തെ സ്നേഹിക്കണം, ചൊവ്വേ നേരെ സ്നേഹിച്ചോണം. വേണ്ടേന്ന് വിചാരിച്ച് സ്നേഹിക്കരുത്. എന്തെങ്കിലും കാര്യസാധിക്കിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കരുത്. ഇയ്യോബ് സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചോണം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ശബാലകർത്തര. എൻ്റെ കണ്ണാൽ ഞാൻ അവനെ കാണും. ദൈവത്തെ സ്നേഹിക്കണേ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചോണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ പൂർണ്ണ ആത്മാവോടെ സ്നേഹിച്ചോണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ പൂർണ്ണ ശക്തിയോടെ സ്നേഹിച്ചോണം. യേശുപ്പൻ അങ്ങനെ പറഞ്ഞത്, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ എന്നെ സ്നേഹിക്കണം. ആമേൻ. വായികളെ തുറന്നൊന്ന് പറയാമോ? ഐ ലവ് യു ജീസസ്. മറ്റെല്ലാറ്റിനേക്കാളും എനിക്കങ്ങേ ഇഷ്ടമാണ്. ശുശ്രൂഷകളേക്കാൾ, പ്രശസ്തികളേക്കാൾ, സമ്പത്തിനേക്കാൾ, സൗന്ദര്യത്തെക്കാൾ, എല്ലാറ്റിനേക്കാളും എനിക്കങ്ങേ ഇഷ്ടമാണ്. അങ്ങ് എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യത്തെക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പറയും? ശഭാനഗർത്തനസ്യാതര. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം. മറ്റെല്ലാറ്റിനേക്കാളും ദൈവത്തെ സ്നേഹിക്കണം. ആ 3 യൗവനക്കാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഈ തീച്ചൂളയ്ക്കകത്ത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കും. അവരുടെ സ്നേഹം വെളിപ്പെട്ടത് സത്യത്തിന് വേണ്ടി നിന്നതാണ്. അവർക്ക് വേണമെങ്കിൽ ആ വിഗ്രഹത്തെ വണങ്ങാം, എന്നാൽ അവരത് വണങ്ങിയില്ല. കാരണം അവർ ദൈവത്തെ സ്നേഹിച്ചു.
സിംഹത്തിന്റെ കൂട്ടിലേക്ക് ദാനിയേലിനെ പൊക്കിയിടുമ്പോൾ ദാനിയേൽ ദൈവത്തെ സ്നേഹിച്ചു. അവന് വേണമെങ്കിൽ രാജകൽപ്പന അനുസരിച്ച് രാജാവിനെ സേവിക്കാം, സ്നേഹിക്കാം. പക്ഷെ അവൻ പറഞ്ഞു, അലറുന്ന സിംഹക്കൂട്ടിൽ എന്നെ ഇട്ടാലും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും. ദാനിയേല് ദൈവത്തെ സ്നേഹിച്ചത് നിമിത്തം സിംഹത്തിൻ്റെ വാ ദൈവം അടച്ചു. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് അലറുന്ന സിംഹത്തെ പോലെ കടിച്ചു കീറാൻ നിൽക്കുന്ന വിഷയങ്ങൾ നിന്നെ തൊടത്തില്ല. കാരണം നീ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലാണ്. വിടുകയാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്നത് നിമിത്തം കടിച്ചു കീറാൻ നിൽക്കുന്ന ആ സിംഹത്തിന് നിന്നെ തൊടാൻ പറ്റാതെ വണ്ണം ദൈവം നിന്നെ സൂക്ഷിക്കും. ഗുഡകർത്തന ധീരർത്തന നിന്റെ മേൽ ഓവർ ഡ്യൂട്ടി ഇട്ട് നിന്നെ നിന്ദിക്കുന്ന ചില സിംഹങ്ങളുടെ നടുവിലാണ് നീ നിൽക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നെ പരിഹസിച്ച് നിന്ദിച്ചുമൊക്കെ കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ നീ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, ദാനിയേലിനെ കടിക്കാൻ പറ്റാതെ വണ്ണം സിംഹത്തിന്റെ വായടച്ച ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അടകല രഘുതരകസ്യാദര ഘടകൻ പ്രൗഢം തനാചരസ്യാദര. ആമേൻ, 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 ആമേൻ. ദൈവത്തെ സ്നേഹിച്ചോ ദൈവമക്കളെ? പാട്ടുപാടി ദൈവത്തെ സ്നേഹിക്ക്, തിരുവചനം വായിച്ച് ദൈവത്തെ സ്നേഹിക്ക്, പ്രാർത്ഥിച്ച് ദൈവത്തെ സ്നേഹിക്ക്, ഉപവസിച്ച് ദൈവത്തെ സ്നേഹിക്ക്. ദാനിയേൽ ദൈവത്തെ സ്നേഹിച്ചു. I love you, I love you, I love you, Jesus. I love you, I love you, I love. I love you, I love you, I love you, Jesus. I love you, I love you, I love you, Jesus. ദൈവത്തെ സ്നേഹിക്കാം ദൈവമക്കളെ. നമുക്ക് പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ദൈവത്തിന്റെ ഭക്തന്മാർ ദൈവത്തെ സ്നേഹിച്ചു. ദാവീദ് രാജാവായത് ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. 2, പ്രാർത്ഥിക്കുക. എല്ലാവരും വാ തുറന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ദാവീദ് രാജാവായതിൻ്റെ രഹസ്യമാണ് ഞാൻ ഈ പറയുന്നത്. നല്ല കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല ദാവീദ് രാജാവായത്. നല്ല മസിൽ പവർ ഉണ്ടായത് കൊണ്ടല്ല ദാവീദ് രാജാവായത്. ഹല്ലേലൂയ. നല്ല കഴിവും നല്ല യോഗ്യതയും ഉണ്ടായത് കൊണ്ടല്ല ദാവീദ് രാജാവായത്. പൊക്കം കുറഞ്ഞവനാണവൻ, അഭ്യാസമില്ലാത്തവനാണവൻ. എന്നാൽ അവൻ രാജാവായത് 2, അവൻ പ്രാർത്ഥിച്ചു. ആമേൻ. പ്രാർത്ഥന ഭയങ്കര ദൈവപ്രവൃത്തിയെ ഈ ഭൂമിയിൽ കൊണ്ടുവരും. പ്രസംഗിക്കുന്നവർ പരാജയപ്പെട്ടിട്ടുണ്ട്, ഫേമസ് ആയവർ വീണിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ ഇന്നുവരെ തോറ്റിട്ടില്ല. പ്രാർത്ഥിക്കുന്നവർ ഇന്നുവരെ തോറ്റിട്ടില്ല, തോക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന അനനിയാസ് തോറ്റയാളല്ല. യെരുശലേമിൽ മരണഭീതി ഉളവാക്കി ശിഷ്യന്മാരെ കൊന്നുമുടിച്ച് ഒരുവൻ ദമോസ്കസിന്റെ പടിവാതിക്കലെത്തി. പ്രാർത്ഥിക്കുന്നൊരു അനനിയാസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പട്ടണത്തിൻ്റെ അകത്ത്. അലറുന്ന സിംഹത്തെ പോലെ വന്നവൻ കുഞ്ഞാടിനെ പോലെയായി മാറി. ഹല്ലേലൂയ. അലറുന്ന സിംഹത്തെ പോലെ കുതിരപ്പുറത്ത് കയറി വന്നവന്റെ കുതിരക്കാരനെയും കുതിരയെയും ഞാൻ വീഴ്ത്തും.
എന്ന തിരുവെഴുത്ത് ഭവിക്കത്തക്കവണ്ണം ആ പട്ടണത്തിന്റെ പടിവാതിക്കൽ ശൗൽ താഴെ വീണു. കാരണം എന്താണ്? ആ പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന ആന്റി, നീ ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന ബ്രദർ, നീ ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ്. നീ ഒന്നിനും കൊള്ളത്തില്ലെന്ന് നാട്ടുകാർ പറഞ്ഞാലും നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥന അന്തരീക്ഷ മണ്ഡലത്തെ നിയന്ത്രിക്കുന്ന ഒരു അഭിഷേകമായി മാറും. പ്രാർത്ഥിക്കേ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കേ, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കേ, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കേ. വീണ്ടും തിരുവെഴുത്ത് പറഞ്ഞു, പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അത് കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. അടവർത്തന, ധീരർത്തന. നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അന്തരീക്ഷ മണ്ഡലത്തിൽ അനുസരണക്കേടിൻ്റെ ആത്മാക്കൾ ബന്ധിക്കപ്പെടും. ദാനിയേൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ഒന്നാമത്തെ ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് മറുപടി വന്നു. എന്നാൽ ആ മറുപടിയെ അന്തരീക്ഷ മണ്ഡലത്തിൽ തടഞ്ഞു വെച്ച പാഴ്സി പ്രഭു വെട്ടേറ്റ് വീണത് 21ാമത്തെ ദിവസമാണ്. അദ്ദേഹം പ്രാർത്ഥന നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും പ്രാർത്ഥനയിൽ തുടർന്നു. എന്നാൽ 21ാമത്തെ ദിവസം ദൂതൻ വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവൻ്റെ അടുത്ത്, ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സ്തോത്രം. സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. മറിയേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടിയുമായി ഏഞ്ചൽസ് ഇറങ്ങും. ഒരു ഏഞ്ചലിക്കൽ റിലം അനേകർക്ക് വേണ്ടി സ്വർഗം തുറക്കുകയാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കാരാഗൃഹത്തിൻ്റെ അകത്ത് സഭയ്ക്ക് ചെല്ലാൻ പറ്റില്ല, പക്ഷെ ഏഞ്ചലിന് ചെല്ലാൻ പറ്റും. ഒരാമേൻ പറഞ്ഞേ, ശക്തിയോടെ ആമേൻ പറഞ്ഞേ. നിനക്ക് ചെല്ലാൻ പറ്റാത്ത ഏരിയയിൽ നിനക്ക് വേണ്ടി സേവകാത്മാക്കൾ ശുശ്രൂഷിക്കും. അങ്ങനെ അഴക്കുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയുടെ പുതപ്പ് ചിലതുങ്ങളുടെ മേൽ വീഴട്ടെ. പ്രാർത്ഥനയുടെ നിയോഗം ചിലതുങ്ങളുടെ മേൽ വീഴട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകുന്ന അവസ്ഥകൾ മാറട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്ന അവസ്ഥകൾ മാറട്ടെ. പ്രാർത്ഥന ഒരു തീയായി തീരട്ടെ. പ്രാർത്ഥന ഒരു അഭിഷേകമായി. ചിലരുടെ മേൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം പകരുകയാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ, ചോദിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേ. പ്രാർത്ഥന ഒരു ആയുധമാണ് ദൈവമക്കളെ. പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന ഒരു ആയുധമാണ്. പ്രാർത്ഥന ഒരു അഭിഷേകമാണ്. ദാവീദ് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞു. ദാനിയേൽ ഒന്നാമത്തെ ദിവസം തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ തന്നെ മറുപടി സ്വർഗത്തിൽ നിന്ന് വന്നു. എന്നാൽ അന്തരീക്ഷ മണ്ഡലത്തിൽ അനുസരണക്കേടിൻ്റെ ആത്മാവ്, എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ, അനുസരണക്കേടിൻ്റെ ആത്മാവ് ചെലന്തി വല കെട്ടുന്നത് പോലെ പ്രാർത്ഥനയുടെ മറുപടിയെ കെട്ടിപ്പൂട്ടി വെക്കാൻ നോക്കി. എന്നാൽ പ്രാർത്ഥന ദാനിയേൽ നിർത്താഞ്ഞതുകൊണ്ട് ഏഞ്ചൽസ് ആക്റ്റീവായി. കമോൺ ചർച്ച്, പ്രാർത്ഥിക്കേ. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിൻ്റെ അകത്ത് ഏഞ്ചൽസ് ഇറങ്ങി മിനിസ്ട്രി ചെയ്യാൻ തുടങ്ങി. പത്രോസിനെ തട്ടി ഉണർത്തി. കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറന്ന്, ഒന്നല്ല രണ്ടല്ല, മൂന്നാമത്തെ വാതിലും തുറന്ന്, പട്ടണത്തിൻ്റെ വാതിൽ സ്വതവേ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നതുപോലെ പ്രാർത്ഥന ചിലതങ്ങളെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥന മറുപടിയെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥന സമ്പത്തിനെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥന ശുശ്രൂഷകളെ പുറത്തു കൊണ്ടുവരും. അടകർത്തന മറഞ്ഞു കിടക്കുന്നത് പോലെയുള്ള സാമ്പത്തിക മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ഏഞ്ചൽസ് ചില വ്യക്തികൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ ഇറങ്ങട്ടെ. ആ കടത്തിൻ്റെ ബാധ്യതകളെ മാറ്റിക്കളയുന്ന, ഫൈനാൻസ് മേഖലകളെ തുറന്നുവിടുന്ന സ്വർഗീയ സൈന്യങ്ങൾ ഇറങ്ങി ശുശ്രൂഷിക്കട്ടെ ചിലതുങ്ങൾക്ക് വേണ്ടി. വീഡിയോ പോയെന്നോ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ.
സ്വർഗത്തിലെ ദൂതന്മാർ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങുന്നു എന്ന് പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. സക്കറിയാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അവന് വേണ്ടി കൃപാസനത്തിന്റെ വാതുക്കൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. എന്നിട്ട് അവനോട് പറയുന്നത് ഇപ്രകാരമാണ്: സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, പ്രാർത്ഥനയുടെ മറുപടിയുമായി ഇറങ്ങുന്ന ചില ദൂതന്മാർ ചില കുടുംബങ്ങൾ വിസിറ്റ് ചെയ്തിട്ട്. അപ്പോസ്തലപ്രവൃത്തി 10 കൊർന്നേലിയോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ഗവൺമെന്റ് വിദേശ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ചില മേഖലകളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഗവൺമെന്റുമായി, ഇന്ത്യൻ ഗവൺമെന്റ് ആ മേഖലകളിൽ ആ ജോലി ചെയ്യുന്ന ചിലരോട് പരിശുദ്ധ ആത്മാവ് പറയുകയാണ്, രാജ്യവുമായി ബന്ധപ്പെട്ട നിലവാരത്തിൽ ജോലി ചെയ്യുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിനക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കൊണ്ട് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വരും. അന്യഭാഷയിൽ നാവ് എടുത്തൊന്ന് ദൈവത്തോട് സംസാരിച്ച്, അന്യഭാഷയുള്ളവർ ആരെങ്കിലും അന്യഭാഷ ലഭിക്കാത്തവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആഴമായി ദൈവത്തോടൊന്ന് പറ, കർത്താവേ, എൻ്റെ വായിൽ പുതുഭാഷകളെ റാക്കറ്റീലി ബിറാക്കാറ്റാല, മാലാകമാരുടെ ഭാഷകൾ ഓപ്പൺ ആവട്ടെ, സ്നേഹത്തിൻ്റെ ഭാഷകൾ ഓപ്പൺ ആകട്ടെ, മർമ്മങ്ങളുടെ ഭാഷകൾ ഓപ്പൺ ആകട്ടെ, സ്വർഗീയ ഭാഷകൾ ഓപ്പൺ ആകട്ടെ. ചിലർ അന്യഭാഷകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തല മുതൽ ഉള്ളങ്കാല് വരെ ആമേൻ ആമേൻ ആമേൻ. ശൈല ജോഷിയോട് ദൈവാത്മാവ് പറയുന്നു, ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് വന്ന് വീഴുന്നുണ്ട് പ്രിയ സഹോദരി. ദൂതൻ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. നീ ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിലാ ദൈവത്തെ ആരാധിക്കുന്നത്. അലവർദ്ധര ജലർത്ഥന, നിനക്ക് വേണ്ടി ഫൈനാൻസ് മേഖലയിൽ സ്വർഗീയ സൈന്യം ഇറങ്ങി ശുശ്രൂഷിക്കട്ടെ. ലിമർട്ടന ലഗർത്തന, കടമുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോ, ബാധ്യതകളുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ദൂതന്മാർ ഇറങ്ങി ശുശ്രൂഷിക്കട്ടെ ദൈവസഭയ്ക്ക് വേണ്ടി. ദൂതന്മാർ മുന്നമേ പോയിടുമേ, കാര്യം നടത്തിത്തരുമേ, എപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, അതിൽ പരം ഭാഗ്യമുണ്ടോ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭയ്ക്ക് ചെല്ലാൻ പറ്റാത്തടുത്ത് ദൂതൻ ചെന്നു. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗത്തിലെ ദൂതൻ പാഴ്സി പ്രഭുവിനെ വെട്ടിയിട്ടു. സക്കറിയാവിന്റെ പ്രാർത്ഥനയുടെ മറുപടിയും കൊണ്ട് വിശുദ്ധ സ്ഥലത്ത് ദൂതൻ ഇറങ്ങി വന്നു. കൊർന്നേലിയോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് ദൂതൻ ഇറങ്ങി വന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ ഇരുട്ടല്ല കാണേണ്ടത്, ദൂതന്മാരെ കാണണം. ചിലർ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് പാമ്പിനെയും പഴുതാരെയുമാണ്. എന്നാൽ കൊർന്നേലിയോസ് പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് ദൂതന്മാരെയാണ്. ശക്തിയോടെ ആമേൻ പറഞ്ഞ്. കൊർന്നേലിയോസ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, എന്നിട്ടും അവൻ്റെ വീട്ടിൽ ഏഞ്ചൽസ് ഇറങ്ങി. രക്ഷിക്കപ്പെട്ട ദൈവവൈതല്ലേ, അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിൽ ഒരിരുട്ടിനും ജയിക്കാൻ പറ്റില്ല, ഒരു മന്ത്രവാദത്തിനും ജയിക്കാൻ പറ്റില്ല, ഒരാഭിചാരത്തിനും ജയിക്കാൻ പറ്റത്തില്ല. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. യാക്കോബ് തലയണ വെച്ച് കിടന്നു. അവൻ തലയണ വെച്ച് കിടന്നെടുത്ത് ഇറങ്ങി വന്നത് പിശാചല്ല, സ്വർഗത്തിലെ ദൂതന്മാർ കോവിണി വെച്ച് മേലോട്ട് കയറി താഴോട്ടിറങ്ങി. നീ കിടക്കുന്ന വീട്ടിൽ ഏഞ്ചലിക്കൽ വിസിറ്റേഷനുകൾ ഉണ്ടാകും. നീ തലയണ വെച്ച് കിടക്കുന്ന വീട്ടിൽ സ്വർഗത്തിലെ ദൂതന്മാരുടെ വിസിറ്റേഷനുകൾ സംഭവിക്കും. ചില ഭയങ്ങൾ മാറിപ്പോകും കേട്ടോ. രോഗഭയം, എന്തോ രോഗമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഭയങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ. എപ്പോഴും കണ്ണടക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ദർശനങ്ങൾ കാണുക, ഉറക്കത്തിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക, അതെല്ലാം മാറിപ്പോട്ടെ.
സ്നാനപ്പെടാത്ത കോർണോലൂസിന്റെ വീട്ടിലിറങ്ങിയത് ഇരുട്ടിന്റെ പാമ്പല്ല, മറിച്ച് ദൈവത്തിന്റെ ദൂതനാണ്. പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിലിറങ്ങുന്നത് സ്വർഗീയ സൈന്യമായിരിക്കും. നിയോഗമുള്ളവൻ തലയണ വെച്ച് കിടന്നെടുത്ത് ഇറങ്ങി വന്നത് ഏഞ്ചൽസ് ആണ്. ദാവീദേ രാജാവായത് എങ്ങനാ? ഞാൻ പ്രാർത്ഥിച്ചു. ദാവീദേ രാജാവായത് എങ്ങനാ? ഞാൻ ദൈവത്തെ സ്നേഹിച്ചു. ദാവീദേ രാജാവായത് എങ്ങനാ? ഞാൻ ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിക്കേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. യേശു പറഞ്ഞു, വിശ്വാസത്തോടെ നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോക എന്ന് പറഞ്ഞാൽ അത് കടലിൽ ചെന്ന് നിൽക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിച്ചു എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്കതുണ്ടാകും. ആരെല്ലാം എന്ന് വിശ്വസിക്കാം? ബൈബിൾ പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ, ആ കരങ്ങളൊക്കെ അടിച്ചങ്ങ വചനം വിശ്വസിക്കുക. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം, അധികാരമുള്ള ദൈവം അടവർത്തന നിനക്ക് വേണ്ടി പുതിയത് സൃഷ്ടിക്കും. ശാരീരികമായി രോഗങ്ങൾ അനുഭവിക്കുന്ന ചിലരുടെ രോഗങ്ങൾ ശരീരം വിട്ടു മാറട്ടെ. നട്ടെല്ലിന്റെ ഭാഗത്ത് വേദന അനുഭവിക്കുന്നത് യേശുവിൻ നാമത്തിൽ ആ വേദന മാറിപ്പോട്ടെ. തലയുടെ ഭാഗത്ത് ചില കിഴപ്പുകളും ചില വേദനകളും കൊണ്ട് അനുഭവിക്കുന്ന അവസ്ഥകളും മരവിപ്പികൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ഞാൻ നിന്റെ തലയെ പുതിയ എണ്ണ തേപ്പിക്കും. കൂട്ടുകാരിൽ പരമാനന്ദ തൈലം കൊണ്ട് അഭിഷേകം. ചില തലയുടെ മരവിപ്പ്, തലയ്ക്ക് ഭയങ്കര മരവിപ്പ് ചില സമയങ്ങളിൽ, അങ്ങനെയുള്ള 3 വ്യക്തികൾ യേശുവിൻ നാമത്തിൽ സുഖമാകട്ടെ. നിന്റെ തലയിൽ അക്കിനി നാവ് വീഴട്ടെ. അപ്പോസ്തലന്മാരുടെ തലമേൽ വീണത് അക്കിനി നാവാണ്. ബൈബിൾ പറയുന്നു, പ്രാർത്ഥിക്കാൻ കൂടിയിരുന്ന 120 പേർ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ അവരെ തലമേൽ വീണത് അക്കിനി നാവാണ്. അവരുടെ മേൽ അക്കിനി നാവുകൾ പതിഞ്ഞു. ഈ സൂമിലൂടെ ഈ തിരുവെഴുത്തുകൾ കേൾക്കുന്ന വ്യക്തികളുടെ മേൽ അക്കിനി നാവ് വീഴട്ടെ, പതിയട്ടെ. ശമന കരമന റിമന കരമന ധിയാലമ റഖടബ. ആമേൻ. മർക്കോസിന്റെ മാളയം മുറിക്കകത്ത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു പോന്നവരുടെ മേൽ പതിഞ്ഞത് അഗ്നി നാവാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ സ്വർഗീയ അഗ്നി പതിയപ്പെടും. ആലയത്തിലെ വിളക്ക് കത്തുന്നത് പോലെ നീ 24 മണിക്കൂർ കത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ തലമേൽ പതിയും. നിന്റെ തലയ്ക്ക് അവൻ പുതിയ എണ്ണ തേപ്പിക്കും. അൽബർത്തൻ അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ആമേൻ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിന്നിൽ വസിക്കുന്നത് കൊണ്ട് നീ ജയിക്കും. നിനക്ക് ജയം തരുന്ന അഭിഷേകം, ആ പ്രാർത്ഥനയിലൂടെ നിന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേകം. അടകർത്തന ദീകർത്തന രാജർത്തന ദരകർത്തന. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ദൈവ പൈതലേ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുന്നുണ്ട്. ഏലിയാവിനെ വിട്ടുപിരിയാതെ ഏലീശ തന്റെ പുറകെ നടന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അവൻ പ്രാപിക്കാനിടയായി. പ്രാർത്ഥിച്ച ഏലീശയുടെ മേൽ ഇരട്ടിപ്പങ്ക് വന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന സഹോദര നിന്റെ മേൽ ഇരട്ടിപ്പങ്ക് തന്നെ ദൈവം വെളിപ്പെടുത്തും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നിങ്ങളെ ദൈവം വളർത്തും. ദൈവം നിങ്ങളെ ഉയർത്തും. യബേസ് അവൻ പ്രാർത്ഥിച്ചു. അവന്റെ അതിരുകൾ വിശാലമായി. വസ്തു സംബന്ധമായി ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന ചിലതുകൾ എന്നെ കേൾക്കുന്നുണ്ട്. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. വസ്തു സംബന്ധിച്ച് ചില വെല്ലുവിളികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. നിനക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന നന്മ ദൈവം നിന്റെ കരത്തിൽ നൽകും. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ നിനക്ക് നന്മയുണ്ടാകും. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ, അന്നന്ന് വേണ്ടുന്ന ആഹാരം. അതിനർത്ഥം പ്രാർത്ഥിച്ചാൽ നിനക്ക് ആഹാരം ഉണ്ടാകും. ഒരാമേൻ, ശക്തിയോട് ആമേൻ. പ്രാർത്ഥിച്ചാൽ നിനക്ക് വീടുണ്ടാകും കേട്ടോ. പ്രാർത്ഥിച്ചാൽ നിനക്ക് കാർ ഉണ്ടാകും കേട്ടോ. പ്രാർത്ഥിച്ചാൽ നിനക്ക് ചർച്ച് ഉണ്ടാകും കേട്ടോ. ഗ്ലോറി ടു ഗോഡ്. ഭക്തിക്കും ജീവനും
ആവശ്യമായത് ദിവ്യശക്തിയാൽ അവൻ നൽകി തരും. വീടില്ലാത്തവർ പ്രാർത്ഥിച്ചോ, ഭവനമുണ്ടായി വരും. സ്ഥലമില്ലാത്തവർ പ്രാർത്ഥിച്ചോ, സ്ഥലമുണ്ടായി വരും. പ്രൈസ് ഗോഡ്. ബീന അജയ്, പ്രിയ സഹോദരി, ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒരു സ്മൂത്ത് മേഖലയിലല്ല നിങ്ങൾ ഈ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ് ആത്മാവ് എന്നെ അങ്ങനെ കാണിക്കുന്നു. എന്നാൽ ദൈവാത്മാവ് പറയുക, നിങ്ങളുടെ ഭക്തിക്കും ജീവനും ആവശ്യമായത് ദൈവം നൽകി തരും. ഹോസ്പിറ്റലുകളിൽ ട്രാക്റ്റ് കൊടുക്കുന്നു. അടവർത്തന ധീരർത്താരസ്യ. ജയിലറകളിൽ ബന്ധിക്കപ്പെട്ടവരെ വിസിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അനാഥർക്കും വിധവകൾക്കും ഒരു ആശ്വാസമായി അൽബർത്തന ജലർത്തനാദരകർത്തന. എന്നാൽ അതിനു വേണ്ട സമ്പത്ത് ദൈവം തുറന്നു വിടാൻ പോവാ. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി ഞെരുങ്ങിയും മിച്ചമുള്ളത് ചേർത്ത് വെച്ചും ഒത്തിരി ഞെരുക്കത്തിലൂടെയാണ് ശുശ്രൂഷകൾ മുന്നോട്ട് പോയത്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ശുശ്രൂഷയ്ക്ക് വേണ്ടി സാമ്പത്തിക വഴികളെ സ്വർഗം തുറക്കുകയാണ്. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ ദൈവം നന്മയ്ക്കായി ഒരടയാളം ചെയ്യും. മനോഹര ദേശത്ത് എനിക്ക് അളവുനൂൽ വീണിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ദൈവം ചില വസ്തുവകകളിൽ വിടുതൽ നൽകുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. വസ്തുവകകളിൽ ഒരു വിടുതൽ ദൈവം നൽകും. കൂടാലമർദ്ധരസ്യാദര അടകർത്തന എപ്പേസ് പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ അതിരിനെ വിശാലമാക്കി. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നുള്ള അവസ്ഥയിൽ നിന്നൊരു വിശാലതയിലേക്ക് നടക്കണമെന്ന്? പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യലേ, ഒരാടിനെ മേയിച്ചു നിന്നവനാണ്, ഒരാട്ടിടയൻ ആയിരുന്നവനാണ് ദാവീദ്. എന്നാൽ അവൻ പ്രാർത്ഥിച്ചു, ദൈവം അവനെ രാജാവാക്കി മാറ്റി. അവന്റെ ആതിരിനെ ദൈവം വിശാലമാക്കി. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ദൈവരാജ്യത്തെ പ്രതി ഒരു ഭയങ്കര എരിവ് പ്രിയ സഹോദരിയിൽ ദൈവാത്മാവ് നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ദൈവാത്മാവ് പകർന്നിട്ടുണ്ട്. അടകർത്തന ധീരർത്തന രാജർത്തന ധീരകർത്തന ഒരു ശുശ്രൂഷയുടെ പുതപ്പും നിങ്ങളുടെ മേലുണ്ട്. എന്നാൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. ദൈവാത്മാവ് അൽബർത്തനാദരാദരസ്യ പല സ്റ്റേറ്റുകളിലും സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നിന്റെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. ഉത്തരം, യബ്ബേസ് പ്രാർത്ഥിച്ചു. സഹോദരന്മാരെക്കാൾ അവൻ മാന്യനായി തീർന്നു. പ്രാർത്ഥിക്കുന്നവന്റെ അതിരുകളെ ദൈവം വിശാലമാക്കും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം വളർത്തും. വീടില്ലേ, വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിനക്കത് തരും. നീ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗം നൽകും. 100% ഉറപ്പാണ്. ബർത്തിമായി അവൻ ഉച്ചത്തിൽ വിളിച്ചു. മുമ്പേ പോയവരൊക്കെ പറഞ്ഞു, മിണ്ടാതിരി. എന്നാൽ അവൻ്റെ ശബ്ദം കൂടിയതേയുള്ളൂ, അവൻ്റെ ശബ്ദം ഉയർന്നതേയുള്ളൂ. അതിൻ്റെ പേരല്ലേ പ്രാർത്ഥന. യേശുവേ, ദാവീദ് പുത്ര, ആ വിളി കണ്ടോ? ആ വിളിക്കകത്ത് യേശു അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കേ, ആളെ അയച്ച് അവനെ വിളിക്കേ. സ്തോത്രം. പ്രാർത്ഥിച്ചവനെ ആളയച്ച് വിളിപ്പിച്ചു. ഗ്ലോറി ടു ഗോഡ്. യേശുവിനെ വിളിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ ഉയർത്തും. ഭൗതിക നന്മകൾ കൊണ്ട് ദൈവം നിന്നെ അലങ്കരിക്കും. സ്തോത്രം. ഭൗതിക നന്മകൾ, സാലറിയുടെ വർധനവിന് വേണ്ടി പ്രാർത്ഥിച്ചോ. ദൈവം സാലറിയെ വർദ്ധിപ്പിക്കും. ഷഡവർത്തന. ചില മുടങ്ങിക്കിടക്കുന്ന സമ്പത്തുകൾ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിൻ്റെ അകത്തുണ്ട്.
അത് ലഭിക്കുക തന്നെ ചെയ്യും. കടം കൊടുത്തിട്ട് കിട്ടാതെ അത് കിട്ടേണ്ടതിന് പ്രാർത്ഥിച്ചോ, ദൈവം അതിന് മറുപടി നൽകും. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവവേദന നിനക്ക് വേണ്ടി സ്വർഗം വഴികൾ തുറക്കും. കീറ്റിലി മിറക്കീറ്റി അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരും കേട്ടോ. പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരും. കാനാവിലൊരു കല്യാണം നടക്കുക, അവിടെ വൈൻ തീർന്നു പോയി. എന്നാൽ ചിലര് തീരുമാനിച്ചു ഇത് യേശുവിനെ ഒന്ന് അറിയിക്കാം. യേശുവിൻ്റെ അമ്മ മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. സ്തോത്രം, പ്രൈസ് ഗോഡ്. യേശു ആണ് വലുത്, മറിയ അല്ല വലുത്. സ്തോത്രം. ക്രൂശിൽ മരിച്ചത് യേശുവാണ്. മറിയ ക്രൂശിൻ്റെ ചോട്ടിൽ നിൽക്കാനേ പറ്റിയുള്ളൂ. യേശുവാണ് ഏക രക്ഷകൻ. യേശുവാണ് ഏക രക്ഷകൻ. മറിയയല്ല രക്ഷക, യേശുവാണ് രക്ഷകൻ. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരു നാമമേ ഉള്ളൂ. അത് പത്രോസ് എന്ന നാമമല്ല, പവലോസ് എന്ന നാമമല്ല, പാസ്റ്റർ എന്ന നാമമല്ല, സെൻട്രൽ പാസ്റ്റർ എന്ന നാമമല്ല, ഡിനോമിനേഷൻ്റെ നാമമല്ല. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരു നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. അവർ യേശുവിനോട് പറഞ്ഞു അവരുടെ സങ്കടം. യേശു അവരോട് പറഞ്ഞു, വെള്ളം കോരി നിറക്ക്. പ്രാർത്ഥിച്ചാൽ ആ കാലിയായിട്ടുള്ള കൽപാത്രം, കൽഭരണി നിറയും. പ്രവാചകന്റെ അടുത്ത് വന്ന് ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾ കടത്തിലാണ്, ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. പ്രവാചകൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞില്ല, കടമൊന്നും സാരമില്ലെന്നേ, നമുക്ക് നിത്യത ഉണ്ടല്ലോ. പറയരുത്, കർത്താവിനെ കൊച്ചാക്കരുത്. ഈ ഭൂമിയിൽ നിന്നെ അനുഗ്രഹിക്കാൻ ശക്തിയുള്ള ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. കടം കൊണ്ട് നിത്യതയിൽ പോയി സന്തോഷിക്കാമെന്ന് നീ വിചാരിക്കരുത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് പ്രാർത്ഥന പഠിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. സ്വർഗത്തിൽ കടമില്ലേ, ഭൂമിയിലും കടമില്ല. സ്വർഗത്തിൽ സമ്പത്തുണ്ടെങ്കിൽ ഭൂമിയിൽ സമ്പത്തുണ്ട്. സ്വർഗത്തിൽ വീടുണ്ട്, ഭൂമിയിലും വീടുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ആമേൻ, ആമേൻ, ആമേൻ. പ്രവാചകൻ പറഞ്ഞില്ല കടമൊന്നും സാരമില്ലെന്നേ, നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കടമില്ലല്ലോ എന്നൊന്നും പറഞ്ഞില്ല. എണ്ണയുണ്ട്. അവൻ പറഞ്ഞു, പാത്രങ്ങൾ എടുക്ക്, ആ കൽപാത്രം എടുക്ക്, അതിലേക്ക് വെള്ളം ഒഴിക്കെന്ന് യേശു പറഞ്ഞു. ഇവിടെ പ്രവാചകൻ പറഞ്ഞു, എണ്ണ വർദ്ധിച്ചു കൊണ്ടിരിക്കും. നിന്റെ കലത്തിൽ എണ്ണ വർദ്ധിക്കും, നിന്റെ കലശത്തിൽ എണ്ണ വർദ്ധിക്കും, നിന്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. ശത്രുക്കൾ കാണുകെ അവൻ നിനക്ക് വിരുന്നൊരുക്കും. നിന്റെ വായ്ക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. മേൽത്തരം വസ്ത്രം അവൻ നിന്നെ അണിയിക്കും. നിന്റെ കയ്യിൽ അവൻ മോതിരം ഇടിയിക്കും, നിന്റെ കാലിൽ അവൻ ചെരിപ്പിടിയിക്കും. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് അവൻ വിരുന്നൊരുക്കും. പട്ടിണിയുടെയും ദാരിദ്ര്യവും കൊണ്ട് വലയ്ക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. കാക്കയ്ക്ക് ആഹാരം കൊടുക്കാൻ അറിയാമെങ്കിൽ, കാക്കയെ കൊണ്ട് ആഹാരം കൊടുക്കാൻ അറിയാമെങ്കിൽ, കാട കൊടുക്കാൻ അറിയാം എങ്കിൽ, മന്ന കൊടുക്കാൻ കഴിവുള്ള ദൈവം ആണ് എങ്കിൽ, നിന്നെയും പോറ്റാൻ മതിയായ ദൈവമാണ്. നീ പ്രാർത്ഥിക്ക്. എണ്ണ തീർന്നില്ല, കടമേ തീർന്നുള്ളൂ. ഒരാമേൻ പറഞ്ഞേ. എണ്ണ തീർന്നില്ല, കടമേ തീർന്നുള്ളൂ. ശമൂവേലിനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ തള്ളിയ ശൗലിനെ ഓർത്ത് നീ എത്ര കരയും. നിന്റെ തൈലക്കൊമ്പിൽ എണ്ണയെടുക്കുക. ഈശായുടെ വീട്ടിലേക്ക് ചെല്ല്, ജെസ്സിയുടെ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ ബോധിച്ച പുരുഷൻ അവിടെയുണ്ട്. അവൻ തൈലക്കൊമ്പിൽ എണ്ണ നിറച്ച്. ഗ്ലോറി. ദൈവാത്മാവ് തെളിവായി പറയുന്നു, ഇന്ന് പുതിയ ശുശ്രൂഷയുടെ പകർച്ചകൾ പകരുകയാണ്. ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകളുടെ കൈമാറ്റങ്ങൾ ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണ്. ഒരു പുതിയ എണ്ണ തേപ്പിക്കാൻ പോവുക. തൈലക്കൊമ്പിൽ എണ്ണയെടുക്ക്, തൈലക്കൊമ്പിൽ എണ്ണയെടുക്ക്.
ഇന്ന് വരെ പ്രവചിച്ചിട്ടില്ലാത്ത ചിലതുങ്ങൾ പ്രവചിച്ചു തുടങ്ങട്ടെ. ഇന്ന് വരെ ദർശനങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ചിലർക്ക് ദർശനങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് വരെ ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടട്ടെ. അൽബർത്തനാദരസ്യ തൈലം വീഴട്ടെ, തൈലം വീഴട്ടെ. ശമൂവേലേ, തൈലമെടുക്കടാ, തൈലമെടുക്ക്, തൈലമെടുക്ക്. തൈലവും എടുത്തു ഈശായുടെ വീട്ടിലേക്ക് ചെല്ലേ. അവന്റെ പുത്രന്മാരിൽ ഞാൻ ഒരുവനെ അഭിഷേകം ചെയ്യാൻ പോവുക. പ്രാർത്ഥിക്കുന്നവനെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോവുക. ആരാധിക്കുന്നവനെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോവുക. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോവുക. പ്രാർത്ഥിക്കുന്ന നിന്റെ മേലൊരു അഭിഷേക തൈലം വീഴും. പ്രാർത്ഥിക്കുന്ന നിന്റെ മേലൊരു അഭിഷേക തൈലം വീഴും. ശമൂവേൽ തൈലവും കൊണ്ട് ജെസ്സയുടെ ഈശായുടെ വീട്ടിൽ ചെന്നു. ഉയരമുള്ളതും വണ്ണമുള്ളതും യോഗ്യതയുള്ളതും ഒക്കെ കണ്ടപ്പോൾ തൈലക്കൊമ്പെടുത്ത് തലവഴി ഒഴിക്കാൻ പോയപ്പോൾ യഹോവ പറഞ്ഞു, ഒഴിക്കണ്ട മകനെ, ഞാൻ അവരെ തിരഞ്ഞെടുത്തിട്ടില്ല. ചോദ്യം, നിനക്ക് ഇത്രയും മക്കളെ ഉള്ളൂ? ഉത്തരം, ഇനി ഒരുവൻ കൂടിയുണ്ട്. ബൈബിൾ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എന്നാൽ യഹോവ എന്നെ ചേർത്തു. വീട്ടുകാർ തള്ളിയ ചിലത് എന്നെ കേൾക്കുന്നുണ്ട്. അപ്പനമ്മമാർ തള്ളിയ ചിലത് എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ദൈവാത്മാവ് പറയാ, നിന്നെ ചേർത്ത ദൈവം, നിന്നെ മാറോട് പിടിച്ച ദൈവം, നിന്റെ കരങ്ങളിൽ പിടിച്ച ദൈവം, ശാപാനാക്ക, നിന്റെ തലമേലാ ദാവീദേ എണ്ണ വീഴാൻ പോകുന്നത്. അടുത്ത വാക്ക് പറയാ, ആളഴച്ചവനെ വിളിപ്പിക്കേ. അവൻ വന്നിട്ടല്ലാണ്ട് നാം പന്തിക്കിരിക്കത്തില്ല. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ചെന്നിട്ടല്ലാണ്ട് ചിലത് നടക്കത്തില്ല, നീ പറഞ്ഞിട്ടല്ലാണ്ട് ചിലത് സ്നാനപ്പെടത്തില്ല. ഓ ഗ്ലോറി! സ്നാന ശുശ്രൂഷകൾ നടക്കാൻ പോവാ. നീ ആ വീട്ടിൽ കയറുമ്പോ ആ വീട്ടിൽ വലിയ വിടുതൽ നടക്കും. നീ ആ സുവിശേഷം പറയുമ്പോ ആ കുടുംബം വിടുവിക്കപ്പെടും. നീ ചെന്നിട്ടല്ലാണ്ട് ഞാൻ പന്തിക്കിരിക്കത്തില്ല. ഓ ഗ്ലോറി! യേശു പറഞ്ഞു, ഇനി നമ്മൾ ഒരുമിച്ചല്ലാണ്ട് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി കുടിക്കത്തില്ല. രാമ്യം പറഞ്ഞേ, സഭ ചെന്നിട്ടല്ലാണ്ട് കുഞ്ഞാടിന്റെ കല്യാണം നടക്കത്തില്ല. അവൻ വന്നിട്ടല്ലാണ്ട് നാം പന്തിക്കിരിക്കത്തില്ല. ആളഴച്ച് അവനെ വിളിപ്പിച്ചു. ഗ്ലോറി! നിന്റെ ശബ്ദം ദ്വീപുകൾ കേൾക്കും. നിനക്ക് വേണ്ടി രാജ്യങ്ങൾ വെയിറ്റ് ചെയ്യും. നീ ചെന്നിട്ടല്ലാണ്ട് ചിലത് നടക്കത്തില്ല. ആ കല്യാണ വിവാഹം നടക്കണമെങ്കിൽ നീ ചെല്ലണം. ആ വ്യക്തി മാനസാന്തരപ്പെടണമെങ്കിൽ നീ ചെല്ലണം. ഗ്ലോറി! ഹല്ലേലൂയ! നീ ചെന്നാൽ ചിലത് സംഭവിക്കും. നിന്റെ കുടുംബക്കാരുടെ നടുവിൽ ചിലത് സംഭവിക്കും. നിന്റെ വീട്ടുകാരുടെ നടുവിൽ ചിലത് സംഭവിക്കും. ഇന്ന് ഒറ്റപ്പെട്ട ചിലതങ്ങളുടെ മേൽ അപ്പനും അമ്മയും തള്ളിയ ചിലതങ്ങളെ യഹോവ ചേർത്ത് പിടിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ തൈലക്കൊമ്പ് പൊട്ടിക്കട്ടെ. ആ തൈലക്കൊമ്പ് പൊട്ടിച്ച് ആ തൈലം ചിലതങ്ങളുടെ മേൽ വീഴട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ദേശത്ത് ഒറ്റപ്പെട്ട ചിലത്, സഭയിൽ ഒറ്റപ്പെട്ട ചിലത്, ആത്മീയരാൽ ഒറ്റപ്പെട്ട ചിലത് ഇന്ന് അഭിഷേക തൈലം വീഴ്ത്തപ്പെട്ടവരായി തീരട്ടെ. ആ മുറിവുകൾ സുഖമാകട്ടെ. നല്ല ശമരിയന്റെ എണ്ണ ചിലതുങ്ങളുടെ മേൽ വീഴട്ടെ. വഴി യാത്രയിലേറ്റ മുറിവുകൾ സുഖമാകട്ടെ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടത് നിമിത്തം ഉണ്ടായ മുറിവുകൾ സുഖമാകട്ടെ. ആ എണ്ണ പകർന്ന് ആ മുറിവുകൾ സുഖമാകട്ടെ. ശുശ്രൂഷക്കാരിൽ നിന്നുണ്ടായ മുറിവുകൾ സുഖമാകട്ടെ. കൂട്ടു ശുശ്രൂഷക്കാരിൽ നിന്നുണ്ടായ വേദനകളുടെ മുറിവുകൾ സുഖമാകട്ടെ. കുടുംബത്തിന്റെ അകത്തു നിന്നുണ്ടായ മുറിവുകൾ സുഖമാകട്ടെ.
യേശുവിന്റെ നാമത്തിൽ ആ തൈലക്കൊമ്പ് പൊട്ടിച്ചു. ആമേൻ. ആ തൈലക്കൊമ്പ് പൊട്ടിച്ചു. ആ വീട് മുഴുവൻ അതിൻ്റെ വാസന അടിച്ചു. അവൾ ആ തൈലം പൊട്ടിച്ചു, യേശുവിൻ്റെ പാദത്തിലേക്ക് ഒഴിച്ചു. തൻ്റെ തലമുടി കൊണ്ട് അവൾ തുടക്കാൻ തുടങ്ങി. ഗ്ലോറി ടു ഗോഡ്. ആ പൊട്ടിയ തൈലത്തിൻ്റെ സൗരഭ്യം വീട് മുഴുവൻ നിറഞ്ഞതുപോലെ ദൈവാത്മാവ് ചില വ്യക്തികളോട് പറയുക, നിന്റെ അകത്തുനിന്ന് പൊട്ടി പുറപ്പെടുന്ന സുവിശേഷത്തിൻ്റെ ഫ്രാഗ്രൻസ്, സുവിശേഷത്തിൻ്റെ പരിമളം ചില രാജ്യങ്ങൾക്കകത്ത് അത് പരിമണമായി തീരാൻ പോവുക. ജാതികളെ വിശ്വാസത്തിലേക്ക് നടത്തേണ്ടതിന്, ദൈവിക സുവിശേഷത്തിന്റെ നിയോഗത്തിന്റെ കൊടി പിടിക്കേണ്ടതിന് ദൈവം നിന്റെ തലമേലായി എണ്ണ ഒഴിക്കുകയാണ്. ദാവീദേ, നീ ഇന്നലെ വരെ ആട്ടിടയനായിരുന്നിട്ടുണ്ടാകും. ദാവീദേ, നീ ഇന്നലെ വരെ ആർക്കും വേണ്ടാത്തവനായിരുന്നിട്ടുണ്ടാകും. ദാവീദേ, നീ കഴിഞ്ഞ സെക്കൻഡ് വരെ അപ്പനും അമ്മയിലും തള്ളപ്പെട്ടവനായിരിക്കാം. നീ ഇന്നലെ വരെ സഹോദരന്മാരെ ഒറ്റപ്പെട്ടവനായിരിക്കാം. എന്നാൽ നിന്റെ തലമേൽ ഈ അഭിഷേക തൈലം വീഴുമ്പോ നീ യഹോവ നിസിയായി, ജയക്കൊടിയായി, ദൈവം നിനക്ക് യഹോവ നിസിയായി മാറത്തക്കവണ്ണ. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമറിഞ്ഞാൽ ഞാൻ കുലുങ്ങിപ്പോകത്തില്ല എന്ന് പറയുന്ന വിശ്വാസ വീരനാക്കി ദൈവം നിന്നെ തീർക്കാൻ പോകുക. ഈ അഭിഷേക തൈലം നിന്റെ മേൽ വീണുമ്പോ നീ ആളും മാറിയവനായി തീരും. ഞാൻ തള്ളിയ ശൗലിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഞാൻ നിന്നെ രാജാവാക്കാൻ പോവാ. പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം രാജാവാക്കി മാറ്റാൻ പോവുക. ദാവീദേ, ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നെ രാജാവാക്കി മാറ്റാൻ പോവുക. ആരാധിക്കുന്ന നിന്നെ ദൈവം രാജാവാക്കി മാറ്റുക. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരു രാജകീയ അഭിഷേകത്തെ സ്വീകരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ രാജകീയ അഭിഷേകത്തെ, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമായി ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുക. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുക. നീ നിസാര ആളല്ല, രാജകീയ അഭിഷേകത്തെ വഹിക്കുന്ന ആളാണ്. നീ ഒരു ഭിക്ഷക്കാരന്റെ മകനല്ല, നീ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവന്റെ മകനാണ്. നീ നിസാര ആളുടെ മകനല്ല, നീ ദൈവത്തിന്റെ മകനാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുക. അൽബർത്തന ധീരർത്തന വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞതങ്ങ് സ്വീകരിച്ചോ. അടകല രഗർധരകരകസി. പ്രാർത്ഥിച്ച ദാവീദിനെ ദൈവം രാജാവാക്കി, സ്നേഹിച്ച ദാവീദിനെ ദൈവം രാജാവാക്കി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ച ദാവീദിനെ ദൈവം രാജാവാക്കി മാറ്റി. ജീസസ് നെയിം, ജീസസ് നെയിം. ദാവീദ് വന്നപ്പോൾ അഭിഷേക തൈലത്തിന്റെ കൊമ്പങ്ങ് പൊട്ടിച്ചു അവന്റെ തലയിലേക്ക് ഒഴിച്ചു. അഭിഷേക തൈലം എപ്പോൾ വീണോ അപ്പോൾ ശൗൽ അസൂയപ്പെടാൻ തുടങ്ങി. നിന്റെ മേലൊരു അഭിഷേകമുണ്ടോ, ചിലത് അസൂയപ്പെടും. ആ അസൂയ കണ്ട് നീ ഭാരപ്പെടണ്ട. പകരം നിന്റെ തലമേലുള്ള അഭിഷേക തൈലം കണ്ട് സന്തോഷിച്ചാൽ മതി. അഭിഷേക തൈലം കണ്ട് ഇരുട്ടിന്റെ അധിപതികൾ അസൂയപ്പെടുമ്പോ ദൈവരാജ്യം നിന്റെ മേൽ പകർന്ന അഭിഷേകം കണ്ട് സന്തോഷിക്കാം, സന്തോഷിക്കാം, സന്തോഷിക്കാം. അവനാൽ പ്രാപിച്ച അഭിഷേകമാണ് നിന്റെ മേൽ വസിക്കുന്നത്. യേശു ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകമാണ് നിന്റെ മേൽ വസിക്കുന്നത്. ആമേൻ. ദൈവപൈതലേ, 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. 1, ആരാധിക്കുക. 2, പ്രാർത്ഥിക്കുക. 3, ദൈവത്തെ സ്നേഹിക്കുക. ഈ 21 ദിവസം നിങ്ങളത് ചെയ്തവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ മേലും ആ അഭിഷേക തൈലം അധികമായി പകരപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടക്കാം. സമയം മുന്നോട്ട് പോയല്ലോ. 7 മണിയായിരുന്നല്ലോ എനിക്ക് നൽകിയത്. കണ്ണുകളെ അടക്കാം, പ്രാർത്ഥിക്കുക. ദൈവമേ,
ഞങ്ങൾ മുറ്റുമായി സമർപ്പിക്കുന്നു. ചിലരോട് ആത്മാവ് വ്യക്തിപരമായി ഇടപെടുകയാണ്. SHOM എന്നെഴുതിയിരിക്കുന്ന പ്രിയമകനോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദാവീദിന്റെ തലമേൽ ഒരഭിഷേക തൈലം വീണതുപോലെ ദൈവം നിങ്ങളുടെ തലമേൽ ഒരഭിഷേക തൈലം പകരുകയാണ്. ശകർത്തരാസ്യ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന വ്യക്തികളുടെ നടുവിൽ ഒരു ജയോത്സവമായി ഒരു അഭിഷേക തൈലം നിങ്ങളിൽ നിന്ന് പുറപ്പെടും. ഉടവർത്തന രാജർത്തന ധീകർത്തന അഭിഷേക തൈലം ചിലതുങ്ങളുടെ മേൽ വീഴട്ടെ, ചിലതുങ്ങളുടെ മേൽ വീഴട്ടെ, വീഴട്ടെ. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറട്ടെ. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നപ്പ കർത്താവേ, തിരുവെഴുത്തുകൾ കേട്ടവ എല്ലാവരുടെ മേലും പത്രോസ് ഈ വചനങ്ങളെ പ്രസ്താവിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരെല്ലാവരുടെ മേലും വന്നു എന്ന് തിരുവചനം ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് പോലെ ഇന്ന് ഈ തിരുവെഴുത്തുകൾ കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് 1-2 മിനിറ്റുകൾ എടുത്ത് ആ അഭിഷേകത്തെ ഒന്ന് റിലീസ് ചെയ്ത്. ബൈബിൾ പറയുന്നു, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ അകത്തിരിക്കുന്നു. അഭിഷേകം പുറത്തല്ല, അഭിഷേകം നിന്റെ ഉള്ളിലാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അഭിഷേകം റിലീസ് ചെയ്യും. അഭിഷേകം റിലീസാവട്ടെ, അത് നദി പോലെ ഒഴുകട്ടെ. കൃപാവരങ്ങളുടെ അഭിഷേകം ഒഴുകട്ടെ, പ്രവചനത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ, പരിജ്ഞാനത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ, അത്ഭുത പ്രവൃത്തിയുടെ അഭിഷേകം ഒഴുകട്ടെ. എല്ലാ കൃപാവരങ്ങളുടെയും അഭിഷേകം വ്യക്തികളിൽ നിന്ന് ഒഴുകട്ടെ, നദി പോലെ ഒഴുകട്ടെ. ആലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി കിഴക്കോട്ട് ഒഴുകിയതുപോലെ 21 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെയും ആയിരുന്ന പ്രിയപ്പെട്ട ദൈവജനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആയിരിക്കുന്ന രാജ്യങ്ങളിലേക്ക്, ആയിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആ നദി ഒഴുകട്ടെ. അതിനെ തടുക്കാൻ പറ്റാതെ വണ്ണം അതിൻ്റെ ഇരുകരയിലും ജീവവൃക്ഷം നിന്ന് 12 മാസവും 12 ഫലം കായ്ക്കുന്നത് പോലെ, ജാതികൾ അതിൻ്റെ ഇലയിൽ നിന്ന് രോഗശാന്തി സ്വീകരിക്കുന്നത് പോലെ ആ ജീവജലത്തിൻ്റെ നദി വിശ്വസിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഉള്ളിൽ നിന്ന് പെരുവെള്ളത്തിന്റെ ചാട്ടം പോലെ, തകർത്ത ഇടി നാദം പോലെ അത് ഒഴുകട്ടെ, ഒഴുകട്ടെ. രാജ്യങ്ങളിലേക്ക് അത് ഒഴുകട്ടെ. അമേരിക്കയിൽ അത് ഒഴുകട്ടെ, UK അത് ഒഴുകട്ടെ, അറബ് രാജ്യങ്ങളിൽ അത് ഒഴുകട്ടെ, ഇന്ത്യയിൽ അത് ഒഴുകട്ടെ. വിശ്വസിക്കുന്ന നിന്റെ അകത്ത് അഭിഷേകമുണ്ട്. യേശുക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അത് തുറന്നു വിടുകയോ. ആരാധിച്ചോ, ആരാധിച്ചോ. ആരാധിക്കുന്നവരുടെ മേൽ അഭിഷേകം റിലീസാകുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അഭിഷേകം റിലീസാകുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ അഭിഷേകം റിലീസാകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ മേൽ അഭിഷേകം റിലീസാകുന്നു. അന്യഭാഷയിൽ അങ്ങ് സംസാരിച്ചോ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയ ആത്മപ്രവാഹത്തിലേക്ക് ചിലരെ ദൂതന്മാർ കൈപിടിക്കുന്നു കേട്ടോ. 1000 അളന്നു മുട്ടോളം, 1000 അളന്നു നരയാണിയോളം, 1000 അളന്നു മുട്ടോളം, 1000 അളന്നു അരയോളം. എന്നാൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയ ആത്മപ്രവാഹത്തിലേക്ക് ദൂതന്മാർ കൈപിടിച്ച് നടത്തുകയാണ്. അഭിഷേകത്തിന്റെ തലത്തിലേക്ക് കരം പിടിച്ച് നടത്തുന്ന ദൂതന്മാരോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, ജനത്തെ കൈപിടിച്ച് നടത്തുക.
ദൂതൻ പിടിച്ചു നടത്തി കടക്കുമാറാക്കി. ആ നദി കടക്കുമാറാക്കുന്ന ദൂതന്മാർ ഇറങ്ങി ചിലതുങ്ങളെ കടക്കുമാറാകട്ടെ. 1000 മുഴം, അതിനുശേഷം അളവില്ലാത്തതുപോലെ അവസ്ഥയിലേക്ക്, അങ്ങനെയുള്ള അനോയിന്റിങ്ങിന്റെ റിലീസ് ചെയ്യുന്ന, അനോയിന്റിങ്ങിലേക്ക് ജനത്തെ നടത്തുന്ന ഏഞ്ചൽസ് ഈ വചനം കേട്ടവർക്ക് വേണ്ടി ഇപ്പോൾ മുതൽ ശുശ്രൂഷിച്ചു തുടങ്ങട്ടെ. ആ ദൂതനോട് ചേർന്നങ്ങ് നടന്നേ. ദൂതനോട് വിഘടിക്കരുത്. ദൂതനോട് ചേർന്നങ്ങ് നടന്നോ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയ ആത്മപ്രവാഹത്തിലേക്ക് ദൈവം ചിലതങ്ങളെ എടുത്തെറിയുകയാണ്. ചിലർക്ക് ദർശനങ്ങൾ ദൈവം കൊടുക്കുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും എന്ന തിരുവചനത്തിന്റെ ശക്തിയാ ദൈവമേ ഓരോരുത്തരുടെ മേലും ആത്മപകർച്ചയ്ക്കായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഞങ്ങളെ അങ്ങ് അധികമായ അഭിഷേകം ചെയ്യണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും അത് തുറന്നു വിടണം. രാജ്യങ്ങളിൽ ആ നദി ഒഴുക്കാൻ സ്വർഗമിടയാക്കണം. ദൂതന്മാർ അതിനു വേണ്ടി മിനിസ്ട്രി ചെയ്യട്ടെ. നല്ല ആത്മീക അന്തരീക്ഷത്തിൽ ദൈവജനം സൂക്ഷിക്കപ്പെടട്ടെ. മാനവും മഹത്വവും പുകഴ്ചയും പ്രശംസയും യേശു ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ ഉള്ളിലിരിപ്പുണ്ട്. അതൊഴുകും. രാജാവാക്കി മാറ്റിയ അഭിഷേകം, വിടുതൽ ചെയ്ത അഭിഷേകം, പ്രാർത്ഥിച്ചവനെ രാജാവാക്കിയത്, സ്നേഹിച്ചവനെ രാജാവാക്കിയത്, ദൈവത്തെ ആരാധിച്ചവനെ രാജാവാക്കിയെങ്കിൽ നിന്നെയും ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. ഗോഡ് ബ്ലസ് യു.